പീസ് ബി വിത്ത് യു. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് ഹാബേലിൻ്റെയും കായീൻ്റെയും കഥ പറഞ്ഞിരിക്കുന്നത്. ഹാബേലും കായീനും ആദമിൻ്റെയും ഹവ്വയുടെയും 2 മക്കളാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. അത് ബേസ് ചെയ്താണ് നമ്മളിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് 2-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് കായീന് നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും അതുപോലെ ഒരു ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞീലുകളിൽ നിന്ന് ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിൻ്റെ വഴിപാടിലാണ് പ്രസാദിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീൻ ഏറ്റവും കോപമുണ്ടായി അവൻ്റെ മുഖം വാടി. 6-ാമത്തെ വാക്യത്തിൽ യഹോവ കയീനോട് ചോദിക്കുന്നു, നീ കോപിക്കുന്നത് എന്തിനാ കോപിക്കുന്നത്, എന്തിനാ നിൻ്റെ മുഖം വാടുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ, 7-ാമത്തെ വാക്യത്തിൽ പറയുന്ന, നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ, നീ നന്മ ചെയ്യുന്നുവെങ്കിലോ പാപം, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്ങളിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. എന്നാറെ കയീൻ എന്ത് ചെയ്തു? കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വയലിലിരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ, 2 സഹോദരങ്ങൾ തമ്മിൽ ഒരാൾക്ക് അപ്രീസിയേഷൻ കിട്ടുന്നു, മറ്റൊരാൾക്ക് അപ്രീസിയേഷൻ കിട്ടുന്നില്ല. അപ്പോൾ അവർക്കിടയിൽ ഒരു അസൂയ, മൂത്ത സഹോദരന് ഒരു അസൂയ ഇളയ സഹോദരനോട് ഉണ്ടാകുന്നു. ആ അസൂയ കാരണം എന്ത് സംഭവിക്കുന്നു? കയീന് ആദ്യം എന്തായി? കയീന് ഏറ്റവും കോപമുണ്ടായി, ദേഷ്യം വന്നു, പിന്നെ അവൻ്റെ മുഖം വാടി, വിഷമിച്ചു. ദേഷ്യവും വിഷമവും രണ്ട് അതാണ് സീഡെന്ന് പറയുന്നത്, നമ്മുടെ പാപത്തിൻ്റെ വിത്ത് എന്ന് പറയാം അതിനെ. അതായത് നമുക്ക് ദേഷ്യം വരുന്നു, നമുക്കൊരു വിഷമം വരുന്നു, ഇതിൽ നിന്നാണ് നമ്മളൊരു പാപത്തിലേക്ക് പോകുന്നത്. അപ്പോൾ യഹോവ കയീനോട് ചോദിക്കും, നീ എന്തിനാണ് കോപിക്കുന്നത്, നിന്റെ മുഖം വാടുന്നത് എന്ത്, നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ. അതായത് നമ്മളോട് ഇപ്പോൾ നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ നന്നാക്കുവാൻ, അതായത് ബെറ്റർ ആകുവാൻ ശ്രമിക്കുക. അതായത് നമുക്ക് അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതിനെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായിട്ട് കരുതുക. എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഞാൻ വിഷമിക്കില്ല, എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയ ആളോട് ദേഷ്യം തോന്നില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ അപ്രീസിയേഷൻ കിട്ടിയ വ്യക്തിയോട് ഒരു ദേഷ്യം തോന്നില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യും എന്ന് നമ്മുടെ മനസ്സിന് പറയുക. ഞാൻ വിഷമിക്കില്ല, എനിക്ക് ദേഷ്യം വരില്ല, ഞാൻ എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് അപ്രീസിയേഷൻ കിട്ടിയത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു, അതൊരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായി എടുത്ത് ഐ വിൽ ഇംപ്രൂവ് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയുക. അത് നിങ്ങളെ പാപത്തിലേക്ക് നയിക്കാതിരിക്കാൻ സഹായിക്കും. എന്താണ് സംഭവിച്ചത് ഇവിടെ? ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് ദേഷ്യം അടക്കി അനുജനോട്, ഹാബേലിനോട് പറഞ്ഞു, വാ നമുക്ക് വയലിൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ 2 പേരും കൂടെ വഴക്കുണ്ടായി, വഴക്കുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഈ ഹാബേൽ മരിക്കാനിടയായി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാളോട് നമ്മൾ ദേഷ്യമോ അല്ലെങ്കിൽ ഒരാളോട് നല്ല വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് ഇറ്റ്സ് ബെറ്റർ ആ വ്യക്തിയുമായിട്ട് ഒരല്പം ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്യുക. നമ്മൾ ആ വ്യക്തിയുമായിട്ട് ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ ദേഷ്യം അത് ഒരു ആക്ഷനായിട്ട് മാറും. ദേഷ്യം, നമ്മുടെ മനസ്സിലുള്ള ആ ദേഷ്യം എന്ന ചിന്ത അത് ഒരു പ്രവൃത്തിയിലേക്ക് മാറും, ഒരു ആക്ഷനിലേക്ക് മാറും, അത് വാക്കുകളിലേക്ക് മാറും. അതാണ് ആദ്യം വാക്കുകളിൽ ദേഷ്യം, മനസ്സിലുള്ള ആ തോട്ട് എന്ന് പറയുന്നത് വാക്കുകളിലേക്ക് മാറുന്നു. വാക്കുകൾ പിന്നീട് ഒരു പ്രവൃത്തി, ആ ഹാബേലിനെ കൊല്ലുന്ന പ്രവൃത്തിയിലേക്ക് കയീനെ നയിച്ചു. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, യേശുവേ ഈ ദേഷ്യം എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റി തരണേ, യേശുവേ എനിക്ക് എന്നോട്, എൻ്റെ സഹോദരനോട്, എൻ്റെ കൂടെ, ചിലപ്പം സഹോദരങ്ങളായിരിക്കും, ചിലപ്പോൾ സഹോദരങ്ങളല്ലായിരിക്കും, നമ്മുടെ കൂടെ നമ്മൾ ഒരിടത്ത് വർക്ക് ചെയ്യുമ്പോൾ കൂടെയുള്ള
നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ചിലപ്പം വളരെ അപ്രീസിയേഷൻ കിട്ടുന്നു, നമ്മളെ താഴ്ത്തി ആരെങ്കിലും കൂടെ ഉള്ളവർ താഴ്ത്തി സംസാരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഒരു ദേഷ്യം വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ദൈവമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെടാം. കർത്താവേ, ഞാൻ ഒരിക്കലും എൻ്റെ സഹോദരനോടോ സഹോദരിയോടോ അസൂയപ്പെടില്ല. ഒന്നാമത്തെ ഉടമ്പടി. രണ്ടാമത്തായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന, ഇത് സഹോദരനോ സഹോദരിയോ ആകണമെന്നില്ല, കൂടെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, മറ്റൊരാൾക്ക് അഭിനന്ദനം ലഭിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിഷമിക്കില്ല. എനിക്ക് ഒരിക്കലും അവരോട് ദേഷ്യം തോന്നില്ല. ഞാൻ ദേഷ്യപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്താൽ അതെൻ്റെ നാശത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ അഫർമേഷൻ നമ്മൾ ദൈവത്തോട് എടുക്കുക. അതിൽ നിന്ന് നമുക്കൊരു വിസ്ഡം ലഭിക്കും. ആ വിസ്ഡം ലഭിക്കുന്നതിനായിട്ട് നമുക്ക് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, ഇത്തരത്തിലുള്ള പാപത്തിലേക്ക് ആരും പെടാതിരിക്കാൻ വേണ്ടി. യേശുവേ സ്തോത്രം. ഇന്ന് രാവിലെ സമയം പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. എന്ന് അടിയങ്ങൾ ചിന്തിച്ച വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും അസൂയയോ ഒരു ദേഷ്യമോ ഒരു മനുഷ്യനോട് തോന്നാതിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. മറ്റുള്ള മനുഷ്യരോട് ഒരിക്കലും ഒരു അസൂയ തോന്നാതിരിക്കാൻ സഹായിക്കണം. മറ്റുള്ളവരോട് ദേഷ്യം തോന്നാതിരിക്കാൻ സഹായിക്കണം. അത് ഞങ്ങളെ നാശത്തിലേക്ക് നയിക്കുമെന്ന് അടിയങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, അവിടുന്ന് അടിയങ്ങൾക്ക് ബുദ്ധി നൽകണമേ, നല്ല ബുദ്ധി നൽകണമേ. എപ്പോഴും അടിയങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ മാത്രമായി, അത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമായി മാത്രം ഇത്തരം കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്തുള്ള ഒരു മനുഷ്യൻ പോലും ഒരു സഹോദരനെ കൊല്ലുവാൻ, അസൂയയുടെ പേരിൽ സഹോദരനെ കൊല്ലുവാൻ ഇടയാക്കരുതേ. യേശുവേ, ഇന്നത്തെ ദിവസം എല്ലാവരും അവിടുത്തെ കൃപയിലായിരിക്കാൻ, അവിടുത്തെ കരുണയിൽ ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. ഉത്തരം അരുളണമേ.